കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 34 ഉയർന്നു. 22 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. 15 വിദഗ്ധ ഡോക്ടേഴ്സിനെ കൂടി ഇപ്പോൾ ആശുപത്രിയിൽ നിയമിച്ചിട്ടുണ്ട്. അവിടെ പ്രതിഷേധ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ വരുന്ന നിഗമനം. അതുകൊണ്ട് തന്നെ അവിടെ സുരക്ഷ കനത്ത രീതിയിൽ എടുത്തു കഴിഞ്ഞുവെന്നും വിവരങ്ങൾ കിട്ടുന്നു. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും. പറയൂ അരുൺ. SKN നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്കുള്ള അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതിലും അപ്പുറമാണ് ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്ന് പറയേണ്ടി വരും. അത്തരത്തിലാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ മരണസംഖ്യ വീണ്ടും ഉയർന്നിരിക്കുന്നു. 34 മരിച്ചവരുടെ എണ്ണം കൂടിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ പുതിയതായി ലഭിക്കുന്ന റിപ്പോർട്ട്. ചികിത്സയിലുള്ള 22 പേരുടെ ആരോഗ്യനില ഗുരുതരമാണ് എന്ന കാര്യം കൂടി ആരോഗ്യവകുപ്പ് ഈ ഘട്ടത്തിൽ പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഉയരാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ഈ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണത്തിലും മാറ്റമുണ്ട്. കൂടുതൽ പേർ ചികിത്സ തേടിയിട്ടുണ്ട് എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ട്. അതാണെങ്കിൽ 80-ലധികം പേർ ഇപ്പോൾ 3 ജില്ലകളിലായിട്ടുള്ള ആശുപത്രികളിൽ ചികിത്സയിലുണ്ട് എന്നതാണ് നമുക്ക് ഒടുവിലായി പങ്കുവെക്കാൻ കഴിയുന്ന വിവരം. പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമിയും സംസ്ഥാന മന്ത്രി ഉദയനിധി സ്റ്റാലിനും ഉൾപ്പെടെയുള്ള ഉന്നത മന്ത്രിമാരും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ ഈ കള്ളക്കുറിച്ചിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അവിടെ ഉടൻ തന്നെ എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ SKN സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു ദുരന്തമാണ്. ആ പ്രദേശത്ത് പ്രതിഷേധത്തിനുള്ള സാധ്യത കൂടി ഈ ഘട്ടത്തിൽ കാണുന്നുണ്ട്. കൂടുതൽ പോലീസുകാരെ പ്രദേശത്തേക്ക് വിന്യസിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ചികിത്സയിൽ കഴിയുന്നവരുടെ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്നതിന് വേണ്ടി 15 വിദഗ്ധ ഡോക്ടേഴ്സിനെ വിവിധ ആശുപത്രികളിലേക്കായി ആരോഗ്യവകുപ്പ് നിയോഗിച്ചിട്ടുണ്ട്. അപ്പോഴും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മണിക്കൂർ ഇടപെട്ട് ഈ മരണസംഖ്യ വർദ്ധിക്കുന്നത് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ്. ഒരുപക്ഷെ ഇന്നലെ ആദ്യഘട്ടത്തിൽ വന്ന റിപ്പോർട്ടുകൾക്ക് വിഭിന്നമായി ഇപ്പോൾ ആ ദുരന്തത്തിന്റെ വ്യാപ്തി വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നതാണ് നമ്മൾ കാണേണ്ടത്. ഇതിന്റെ അന്വേഷണം സമാന്തരമായി നടക്കുന്നുണ്ട്. ഈ ക്രൈംബ്രാഞ്ച് CIDയുടെയും അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പിന്റെയൊക്കെ പരിശോധനയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഈ മരണസംഖ്യ വർദ്ധിക്കുന്നു, ചികിത്സയിലുള്ളവരുടെ എണ്ണം കൂടുന്നു. ഗുരുതരമായി ഗുരുതര ആരോഗ്യനില ഗുരുതരമായി തുടരുന്നവരുടെ എണ്ണം 22 എന്നതും ആശങ്കപ്പെടുന്ന സാഹചര്യമാണ്. എന്തായാലും ആരോഗ്യവകുപ്പും സംസ്ഥാന സർക്കാരെല്ലാം വലിയ തോതിൽ വലിയ സംവിധാനങ്ങൾ, ചികിത്സ ഉറപ്പാക്കുന്നതിനുള്ള സംവിധാനങ്ങളെല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്കറിയാം, തമിഴ്നാട്ടിൽ ഇന്ന് നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. ആ ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള വലിയ ദുരന്ത അവസ്ഥ തമിഴ്നാട്ടിലുള്ളത് എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ പുറത്തു വരുന്ന വിവരമനുസരിച്ച് 34 പേരുടെ മരണം ഈ ദുരന്തത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. SKN.